സ്വർണ്ണാഭരണ രംഗത്ത് അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യമുള്ള മുളയങ്കാവിലെ ബിന്ദു ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന്റെ 1ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി നടപ്പാക്കിയ സമ്മാന പദ്ധതിയിലെ വിജയികളെ തിരഞ്ഞെടുത്തു. പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയ്ക്ക് ആദരവും നൽകി. 54 വർഷത്തെ പാരമ്പര്യമുള്ള മുളയങ്കാവിലെ ബിന്ദു ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന്റെ 1ാം വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. കുൽക്കല്ലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ആദരം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടപ്പാക്കിയ സമ്മാന പദ്ധതിയിലെ ഭാഗ്യശാലികളെയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. മുളയങ്കാവ് ക്ഷേത്ര മേൽശാന്തി ഗിരീഷ് എമ്പ്രാന്തിരി ഭദ്രദീപം തെളിയിച്ചായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ വർഷങ്ങളുടെ പഴക്കം ഉള്ള ഒരു സ്ഥാപനമാണെങ്കിലും അത് ഇന്ന് കാണുന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. ആ ഒരു വർഷക്കാലത്തെ 1ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ചടങ്ങിൽ നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവ് കെയറിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സഹോദരി സിസ്റ്റർ രമ തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കാനും ഒക്കെ ഒരവസരം കണ്ടെത്തി എന്നതിന് ഞാൻ ആദ്യമായി ഇതിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ ബാലകൃഷ്ണനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുക. നേരത്തെ അവിടെ പറഞ്ഞതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനമൊക്കെ നാട്ടിൽ ഒരുപാട് പ്രവർത്തിക്കാറുണ്ട്. അത് 1ാം വാർഷികവും 2ാം വാർഷികവും ഒക്കെ ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഇതേപോലെ ഇത്തരത്തിലുള്ള ഹരിതകർമ്മസേനാംഗങ്ങളൊക്കെ വിളിച്ചു വരുത്തി അവരെ ഒരു പ്രോത്സാഹനവുമായി അവർക്ക് ആദരം കൊടുക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ അത് സാധ്യമാകൂ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റും മുളയങ്കാവ് യൂണിറ്റ് പ്രസിഡന്റുമായ മുസ്തഫ അധ്യക്ഷനായിരുന്നു. KPCC അംഗം റിയാസ് മുക്കോളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിസാർ മപ്പാട്ടുകാര, രാജൻ പൂതനായിൽ, MM വിനോദ് കുമാർ, രാജശ്രീ, നീതു സുഭാഷ്, സുനിത രാജൻ, BJP ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി അബ്ദുൽ സലാം, ബിന്ദു ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ ബാലകൃഷ്ണൻ, മറ്റു കുടുംബാംഗങ്ങൾ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായ വാഷിംഗ് മെഷീന് തത്തനംപുള്ളി സ്വദേശിനി ശ്രീലക്ഷ്മി അർഹയായി. 2ാം സമ്മാനമായ എയർ ഫെയറിന് സാജിദ മപ്പാട്ടുകരയും 3ാം സമ്മാനമായ കൂളറിന് ബഷീർ മപ്പാട്ടുകരയും അർഹത നേടി. കൂടാതെ ഡയമണ്ട് സെക്ഷനിൽ നടന്ന നറുക്കെടുപ്പിൽ ഡയമണ്ട് റിങ്ങിന് കുൽക്കല്ലൂർ സ്വദേശിനി ഷാരി കൃഷ്ണയും അർഹത നേടി. പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് ആദരവും നൽകി. പാലിയേറ്റീവ് നഴ്സ് രമയെയും ചടങ്ങിൽ ആദരിച്ചു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ബിന്ദു ജ്വല്ലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. സ്വർണത്തിലും വെള്ളിയിലും ചെമ്പിലും തീർത്ത എല്ലാവിധ വഴിപാട് സാധനങ്ങളും ബിന്ദു ജ്വല്ലറിയിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പ് ഇവിടെ പുതിയ ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ട് 1 വർഷമായി. അപ്പം അതിൻ്റെ വാർഷികാഘോഷം ഇന്നിവിടെ നടന്നപ്പോൾ എന്തായാലും പഞ്ചായത്തിലെ പ്രതിനിധികളെല്ലാവരും പങ്കെടുത്തു. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും, മുളയങ്കാവ് പ്രദേശവാസികളെല്ലാവരും പങ്കെടുത്തിരുന്നു. പിന്നെ ഇവിടെ നമ്മളൊരു സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തതെന്താ വെച്ചാൽ ഇവിടുത്തെ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരുണ്ടല്ലോ, അവർ നമ്മൾ ആദരിക്കാനൊരു അവസരം നമുക്ക് കിട്ടി. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ അവർ ഇവിടെ നിന്ന് ആദരിച്ചു. പിന്നെ പാലിയേറ്റീവിലെ ചേച്ചീനെ നമുക്കൊന്ന് ആദരിക്കാൻ കഴിഞ്ഞു.
അപ്പോൾ നമ്മുടെ 1-ാം വാർഷികമായിട്ട് അതാണ് നമ്മുടെ ഞങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണെന്ന്. നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളൊക്കെ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി പോകുന്നു, കച്ചവടം കുഴപ്പമില്ലാണ്ട്. നമുക്ക് ഇപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ് എങ്കിലും ഇപ്പം ഇനിയിപ്പോൾ ആ റേറ്റ് ആൾക്കാർ പൊരുത്തപ്പെട്ട് വരണം. അപ്പോൾ പിന്നീട് അതങ്ങനെ ഇപ്പോൾ 1.4 വന്ന് 98 വന്നു. അപ്പോൾ അത് വീണ്ടും 1.4 എത്തിയിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒരിക്കലും നമുക്കത് വാങ്ങിയാൽ നമുക്കൊരു മൂല്യമുള്ള നമ്മളൊരു സമ്പാദ്യം തന്നെയാണ്. ഉള്ള പൈസയ്ക്ക് നമ്മൾ സ്വർണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു സമ്പാദ്യം തന്നെയാണ്.